തിരുവനന്തപുരം മുതലപ്പുഴയിലെ മണൽ നീക്കം ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെ ഡ്രഡ്ജറുകൾ അസംബിൾ ചെയ്താണ് മണൽ നീക്കം ആരംഭിച്ചത്. 1500 മീറ്റർ ക്യൂബ് മണൽ ദിവസവും നീക്കം ചെയ്യാനാകും. 1,00,000 മീറ്റർ ക്യൂബ് മണൽ അഴിമുഖത്ത് അടിഞ്ഞിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കാനുള്ള ചർച്ചകൾ നടന്നുവരികയാണ്. മുതലപ്പുഴ ഹാർബർ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചതിന് പിന്നാലെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മണൽ നീക്കം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചത്. ഡ്രഡ്ജറിന്റെ ഭാഗങ്ങൾ മുതലപ്പുഴയിൽ എത്തിച്ച് കൂട്ടിയോജിപ്പിച്ചാണ് മണൽ നീക്കം ചെയ്തത്. ഇത്തരത്തിൽ 1500 മീറ്റർ ക്യൂബിക് മണൽ ദിവസവും നീക്കം ചെയ്യാനാകും. അഴിമുഖത്ത് 1,00,000 മീറ്റർ ക്യൂബിക് മണൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. വടക്ക് ഭാഗത്തു നിന്നുമാണ് മണൽ തെക്ക് ഭാഗത്തെ തകർന്നു കിടക്കുന്ന പുലിമുട്ട് വഴി അഴിമുഖത്തേക്ക് അടിഞ്ഞുകൂടുന്നത്. അഴിമുഖത്ത് നിന്നും ഡ്രഡ്ജ് ചെയ്ത് നീക്കുന്ന മണൽ ഭാഗത്താണ് നിക്ഷേപിക്കുന്നത്. സർക്കാരും കരാർ കമ്പനിയും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം വടക്ക് ഭാഗത്താണ് മണൽ നീക്കേണ്ടത്. ഇങ്ങനെ ചെയ്താൽ താഴമ്പള്ളി ഭാഗത്തു നിന്നും മത്സ്യത്തൊഴിലാളികൾക്ക് വള്ളവുമായി കടലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെ തെക്ക് ഭാഗത്ത് മണൽ നിക്ഷേപിക്കാനാണ് തീരുമാനം. തെക്ക് ഭാഗത്താണ് കൂടുതൽ തീരം രൂപപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നീക്കം ചെയ്യുന്ന മണ്ണ് അവിടെ നിന്നും അടിയന്തരമായി മാറ്റിയില്ലെങ്കിൽ ഭാവിയിൽ മണ്ണ് വീണ്ടും അഴിമുഖത്തേക്ക് അടിയാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ എത്തിച്ച് മണൽ പൂർണ്ണമായും നീക്കം ചെയ്ത് അഴിമുഖം പഴയപടിയിലാക്കാനാണ് ശ്രമിക്കുന്നത്. മൺസൂണിന് മുന്നേ പൂർണ്ണമായും മണൽ നീക്കം ചെയ്തില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനം. ജനം, തിരുവനന്തപുരം.